എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോ ആണിത്. ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഇന്ന് പറയാൻ പോകുന്ന ഈ നിയമം ആഴത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ അയാളുടെ ഉള്ളിൽ ഒരു വലിയ തിരയിളക്കമുണ്ടാവും. മനസ്സിലും ശരീരത്തിലുമൊക്കെ ഒരു പ്രത്യേക ഉന്മേഷം ഉണ്ടാവും. പൂർണ്ണമായും ഒരു ശുഭപ്രതീക്ഷയിലോട്ട് ആ വ്യക്തി പോകും. സോ മുഴുവനായിട്ട് ഇത് കേട്ടിരിക്കണമെന്നാണ് ആമുഖമായിട്ട് എനിക്ക് പറയുവാനുള്ളത്. പരമാവധി സമയം കുറച്ചുകൊണ്ട് ഒരു അരമണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ ഇത് സമാപിക്കുവാൻ വേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കും. കാരണം എല്ലാവർക്കും തിരക്കുള്ള ഒരു ദിവസമാണ് ഇത്. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, കഴിഞ്ഞ രണ്ട് നിയമങ്ങൾ നമ്മൾ പഠിച്ചു. അതായത് പ്രപഞ്ചത്തിൽ എല്ലാം പരസ്പരം ബന്ധിതമാണ്. ഒന്നിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. ഒന്നിന്റെ ഇംബാലൻസ് എല്ലാത്തിനെയും ബാധിക്കും. അതുകൊണ്ട് ഏതെങ്കിലും രൂപത്തിൽ ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഈ നിയമത്തെ വയലേറ്റ് ചെയ്തുകൊണ്ട് ആരെങ്കിലും എതിർക്കുവാനോ തകർക്കുവാനോ വെറുക്കുവാനോ ഒക്കെ പോയി കഴിഞ്ഞാൽ അത് ആത്യന്തികമായിട്ട് ഈ പ്രപഞ്ചത്തിന്റെ മൊത്തം നിലനിൽപ്പിനെ അത് ബാധിക്കും. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് അതികഠിനമായ ഒരു തിരിച്ചടി ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ കഴിഞ്ഞ രണ്ടാമത്തെ ദിവസം നമ്മൾ ലോ ഓഫ് വൈബ്രേഷനെ കുറിച്ച് പഠിച്ചു. പ്രപഞ്ചത്തിൽ എല്ലാം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ വസ്തുവും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു ജീവനില്ലാത്ത വസ്തുവാണെങ്കിൽ അതിന്റെ വൈബ്രേഷൻ ഒരു പ്രത്യേക രൂപത്തിൽ തന്നെ നിൽക്കും. എപ്പോഴും അതേ രൂപത്തിലേ ഉണ്ടാവും. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ വൈബ്രേഷൻ അത് വ്യത്യസ്തമായിരിക്കും. മനുഷ്യന്റെ ചിന്തകളും വൈബ്രേഷനാണ്. അതുകൊണ്ട് ഉന്നതമായ വൈബ്രേഷൻ ഉള്ള ചിന്തയുള്ള ആളുകളാണ് ഉന്നതമായ കാര്യങ്ങൾ ആകർഷിക്കുക. എന്നാൽ വളരെ ലോ നിലവാരം കുറഞ്ഞ രൂപത്തിലുള്ള ചിന്തകളും നിലവാരം കുറഞ്ഞ രൂപത്തിലുള്ള വൈകാരികതകളും ഒക്കെ ആയി നടക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഡെഫിനറ്റ്ലി അവർ ദുരന്തം അനുഭവിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ യൂണിവേഴ്സൽ ലോ അത് ഒരിക്കലും ലംഘിക്കുവാൻ പാടില്ല. അത് ലംഘിക്കുന്നതാണ് ഇന്ന് ലോകത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ നമ്മൾ തിരിച്ചറിയും. ഇന്ന് നമ്മൾ പ്രപഞ്ച നിയമത്തിന്റെ അടുത്ത ഒരു പാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത ഒരു ലോ ആണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു കൊച്ചു നിയമമാണ്, പക്ഷെ വളരെ ഗഹനമാണ്. ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ട് കാണും ഈ ഒരു നിയമത്തെ കുറിച്ച്. പക്ഷേ കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഈ പറയുന്ന ആംഗിളിലൂടെ ഇതിനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അവിടെയാണ് ഇതിന്റെ ഒരു 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 ഡീപ്നെസ് എന്ന് പറയുന്നത്. കേട്ട് കാണും. എല്ലാ നിയമങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്നാണ് നമ്മൾ കേട്ടിട്ടില്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? പ്ലീസ് ടൈപ്പ് എല്ലാവരും ഒന്നാണ് നമ്മൾ കേട്ടിട്ടില്ലേ? പ്ലീസ് ടൈപ്പ് യെസ് ഓർ നോ. എല്ലാവരും ഒന്നാണ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരാളെയും വെറുക്കരുത്, ശത്രുക്കളെ വെറുക്കരുത്, പകവച്ച് നടക്കരുത്, അത് നമുക്ക് തന്നെ ദോഷമായി കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ നിയമം പഠിച്ചപ്പോഴാണ് കുറെ കൂടി ആഴത്തിലോട് നമ്മൾ പോയത്. അതേപോലെ തന്നെ ഇന്നത്തെ നിയമം എന്താ ചോദിക്കുകയാണെങ്കിൽ ലോ ഓഫ് പൊളാരിറ്റി എന്നാണ് ഈ നിയമത്തിന്റെ പേര്. അതിനർത്ഥം ഈ ലോകത്ത് ഒരു കാര്യവും ഒരു വൺ സൈഡിൽ നിലനിൽക്കുന്നില്ല എന്നതാണ്. ശരിക്കും നിയമം ശ്രദ്ധിച്ചോളൂ. ഒരു ഭാഗമായിട്ട് ഒന്നും നിലനിൽക്കുന്നില്ല. എല്ലാത്തിനും മറ്റൊരു മറുവശം കൂടി ഉണ്ടാവും. മറ്റൊരു മറുവശമില്ലാതെ ഒരു ഭാഗം മാത്രമായി ഒരു വസ്തുവിനും നിലനിൽപ്പില്ല. അതായത് രാവിന് പകലുണ്ടെങ്കിലേ രാവുള്ളൂ, രാവുണ്ടെങ്കിലേ പകലുള്ളൂ. അതേപോലെ തന്നെ കയറ്റത്തിന് ഇറക്കം മാത്രം ഉണ്ടാവില്ല. ഒരു ഇറക്കമുണ്ടെങ്കിൽ ആ ഇറക്കം ഇങ്ങനെയാണെങ്കിൽ അത് തിരിച്ചു കയറുന്നവന് അതൊരു കയറ്റമായിരിക്കും. അതല്ലെങ്കിൽ ഒരു ഇറക്കം ഇപ്പുറത്തുണ്ടെങ്കിൽ അപ്പുറത്ത് വേറൊരു കയറ്റം ഉണ്ടായിരിക്കും. അതായത് ഇറക്കം മാത്രമായിട്ട് നിലനിൽക്കില്ല. ഒരു അറ്റമുണ്ടെങ്കിൽ മറ്റൊരു അറ്റവും ഉണ്ടായിരിക്കും. ഒരു അറ്റമുണ്ടെങ്കിൽ അടുത്ത ഒരു അറ്റവും ഉണ്ടായിരിക്കും. ഒരു നാണയം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരിക്കലും ഒരു നാണയം ഒറ്റക്ക് നിലനിൽക്കുകയില്ല. ഒരു നാണയത്തിന് ഒരിക്കലും ഒരു ഭാഗം മാത്രമായിട്ട് നിലനിൽക്കുവാൻ സാധ്യമല്ല. നാണയത്തിന് രണ്ട് വശമുണ്ടാവും. ഞാനതൊരു ചെറിയ ഇത് ഷെയർ ചെയ്ത് തരാം, ഒന്ന് നോക്കൂ നിങ്ങൾ. ഈ ഒരു നാണയത്തിന് ഇപ്പൊ നിങ്ങൾ ജോർജ് വാഷിങ്ടന്റെ ഒരു പാർട്ടാണ്, അദ്ദേഹത്തിന്റെ ഒരു ഭാഗമാണിത്.
ഒരുപക്ഷെ ഇതൊരു 10 രൂപയുടെയോ അല്ലെങ്കിൽ 5 രൂപയുടെ ഒരു കോയിൻ ആയിരിക്കാം. നിങ്ങൾ ജോർജ് വാഷിങ്ടന്റെ ഈ ചിത്രം കാണാൻ വേണ്ടി ഈ നാണയം എടുത്തിട്ടുണ്ട് എങ്കിൽ നിങ്ങളെ കൂടെ വരുന്നത് നിങ്ങൾ കാണുന്ന ഈ ഒരു നാണയത്തിന്റെ ജോർജ് വാഷിങ്ടന്റെ ഈ ഒരു രൂപം മാത്രമല്ല, ഈ ഒരു ചിത്രം മാത്രമല്ല, അതോടുകൂടി തന്നെ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കാത്തത്, അതല്ലെങ്കിൽ നിങ്ങൾ വെരി ഗുഡ്, നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? കാണാൻ പറ്റുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? പ്ലീസ് ടൈപ്പ്. യെസ്, കേൾക്കാം. ഓക്കെ. അപ്പോ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എവറിത്തിങ് ഹാസ് എ എന്താ പറയാ, എവറി ആക്ഷൻ ഹാസ് എ റിയാക്ഷൻ എന്നുള്ളതാണ് ന്യൂട്ടന്റെ ഒരു തിയറി. അത് പറഞ്ഞു, അതാണ് ഇവിടെ ഒരാൾ ടൈപ്പ് ചെയ്തത്. അതായത് നിങ്ങൾക്ക് ജോർജ് വാഷിങ്ടന്റെ ഈ ഒരു ചിത്രം കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ അതോടുകൂടി തന്നെ മറ്റൊരു ഭാഗം കൂടി അതിന്റെ കൂടെ വരും. മനസ്സിലായില്ലേ? അതായത് ഒരിക്കലും നിങ്ങൾക്ക് യു കനോട്ട് പിക്ക് എനി കോയിൻ വിത്ത് വൺ സൈഡ്, ഒരു സൈഡ് മാത്രമായിട്ട് ഒരു കോയിനെ നിങ്ങൾക്ക് പൊക്കിയെടുക്കുവാൻ സാധ്യമല്ല. അപ്പൊ ഇതെന്തിനാണ് ഞാൻ പറയുന്നത്? ഇതിന്റെ ഒരു അന്തരാത്മാവിന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുകയാണെങ്കിൽ ലൈഫിൽ വലിയ മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. അതായത് ഒരു കോയിൻ എടുക്കുമ്പോൾ അതിനോടുകൂടി അതിന്റെ മറ്റൊരു വശം കൂടി നമ്മുടെ കൂടെ വരും എന്നതുപോലെ എല്ലാ കാര്യത്തിനും ഇതേപോലെ 2 വശങ്ങൾ ഉണ്ടാവും. ഒരു വശമായിട്ട് ഒന്നും നിലനിൽക്കുന്നില്ല, ഒരു വശത്തിന് നിലനിൽപ്പില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ച നിയമം പറയുന്നത്, മൈ ഡിയർ ഫ്രണ്ട്സ്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ, ഒരു വ്യക്തിക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിൽ, ഒരു വ്യക്തിയുടെ ജീവിതം അങ്ങേയറ്റം ദയനീയമാണെങ്കിൽ ഓർക്കുക, ആ ദയനീയാവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഒരു ഭാഗം മാത്രമാണ്, ഒരു ഭാഗം മാത്രമാണ്. ഒരിക്കലും ആ ദയനീയ അവസ്ഥയിൽ തന്നെ ഒരു വ്യക്തിക്ക് തുടരേണ്ടതില്ല, തുടരുകയില്ല. അതായത് ഒരാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ സമയം ഇപ്പോൾ മോശമാണ്. സമയം ഇപ്പോൾ മോശമാണെങ്കിൽ അപ്പുറത്ത് നല്ലൊരു സമയമുണ്ട്. അങ്ങനെയല്ലാതെ മോശമായ സമയത്തിന് നിലനിൽക്കുവാൻ സാധ്യമല്ല. ഏതനുഭവങ്ങൾക്കും ഇനി ഒരാൾ അയാളുടെ ലൈഫിൽ അദ്ദേഹത്തിന് വലിയ സമൃദ്ധി ഉണ്ടായി, വല്ലാത്ത സന്തോഷമുണ്ടായി, ചെയ്യുന്ന ബിസിനസ് ഒക്കെ വിജയിച്ചു, ഒരുപാട് പണം, നല്ല പ്രശസ്തി, എവിടെ പോയാലും അംഗീകാരം. അദ്ദേഹം ചിന്തിക്കുകയാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ നേടി, ഒരുപാട് സ്വത്ത്, ഭൂമി, ലാൻഡ്, പ്രോപ്പർട്ടി എല്ലാം ഉണ്ട്. അദ്ദേഹം ചിന്തിക്കുകയാണ്, എൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ഓക്കെ ആയി, ഇനി എനിക്ക് എന്തുമാവാം. ഈ നിയമം അനുസരിച്ച് നിങ്ങൾ എത്രത്തോളം ഉയരത്തിലാണോ കയറിയിരിക്കുന്നത് അതിന് തൊട്ടുപുറത്ത് നിങ്ങളുടെ ഒരു കുഴിയും കൂടി കിടക്കുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം ഉയരത്തിലാണോ അത്രത്തോളം താഴ്ചയുള്ള ഒരു കുഴിയും നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഒരു ചോദ്യം ഉണ്ടാവും, 2 ചോദ്യം ഉണ്ടാവും. 2 ചോദ്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, സർ അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നവും പ്രതിസന്ധി ഉണ്ടെങ്കിൽ അതിന് മറ്റൊരു ഭാഗം ഉണ്ടെന്നുള്ളതല്ലേ, എന്താ അതിന് ചെയ്യേണ്ടത്? ഈ അറിവ് തന്നെയാണ്. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇതിന് അപ്പുറത്ത് ഒരു പരിഹാരമില്ലാതെ, ഒരു സൊല്യൂഷൻ ഇല്ലാതെ, ഒരു മനോഹരമായ മറ്റൊരു ഭാഗമില്ലാതെ എനിക്ക് ഈ പ്രശ്നം വരിക സാധ്യമല്ല. ക്ഷമയോടുകൂടി ഇതിന്റെ ഉള്ളിലെ പാഠം എന്താണ്, ഇതിന്റെ പോസിറ്റിവിറ്റി എന്താണ് എന്ന് അന്വേഷിക്കുവാൻ വേണ്ടി ഈ വ്യക്തി ഒരു അറ്റംപ്റ്റ് നടത്തുകയാണെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും അതിന്റെ മറുകര കാണുവാൻ സാധിക്കും. പക്ഷെ അധികം ആൾക്കാരും ചെയ്യുന്ന പണി എന്താണ്? എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഇത് തന്റെ വിധിയാണെന്ന് പറഞ്ഞ് അത് ആ പ്രശ്നത്തെ തലയിൽ ചുമന്ന് ഒരു പ്രശ്നം താങ്ങിയായി, ഒരു ഭാരം താങ്ങിയായി ആ ഭാരം പേറി നടക്കുന്ന ഒരു അവസ്ഥയാണ് മഹാഭൂരിപക്ഷം ആൾക്കാർക്ക് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മറുകര കാണണമെങ്കിൽ ഇതിനൊരു കരയുണ്ട് എന്നത് പ്രപഞ്ച നിയമമാണ്. എനിക്ക് ഒരിക്കലും ഈ രൂപത്തിൽ പ്രശ്നത്തിൽ തുടരേണ്ട കാര്യമില്ല. ഇതിനപ്പുറത്ത് ഈ പ്രശ്നത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അപ്പുറത്ത് അല്ലെങ്കിൽ ഇതിനെ തൊട്ട് താഴെ മറ്റൊരു വശമുണ്ട് എന്ന അറിവും അതിനെ ക്ഷമയോടുകൂടി അന്വേഷിക്കുവാനും ക്ഷമയോടുകൂടി നോക്കുവാനും
ക്ഷമയോടുകൂടി റിസർച്ച് നടത്തുവാനും ഒരു വ്യക്തിക്ക് സാധിക്കുകയാണെങ്കിൽ ഈ നിയമപ്രകാരം അദ്ദേഹം അത് കണ്ടെത്തിയിരിക്കും, ഒരു സംശയവുമില്ല. അതേപോലെ തന്നെ വേറെ ചില ആൾക്കാരുടെ ഒരു സംശയം ഉണ്ടാവും, അല്ല സാർ അങ്ങനെയാണെങ്കിൽ ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ച, അങ്ങനെയാണെങ്കിൽ ഉയർന്ന ആൾ പെട്ടെന്ന് താഴുമെന്നാണോ പറഞ്ഞത്? അങ്ങനെ ഒരിക്കലുമല്ല, അങ്ങനെ ഒരിക്കലുമല്ല. ഉയർന്നാൽ താഴുമെന്നല്ല ഞാൻ പറയുന്നത്. ഒരാൾ ഉയർച്ചയിലെത്തി, അദ്ദേഹത്തിന്റെ ബിസിനസ് വിജയിച്ചു, അദ്ദേഹത്തിന്റെ സംരംഭങ്ങളെല്ലാം വെച്ചടി കയറ്റം, ഈ ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഈ വ്യക്തി തിരിച്ചറിയണം, ഈ ഉന്നതമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ടപ്പുറത്തൊരു കുഴിയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ എന്റെ അവസ്ഥക്ക് ഞാൻ നന്ദി പറഞ്ഞേ പറ്റൂ, ഇന്നത്തെ എന്റെ അവസ്ഥക്ക് ഞാൻ വിനയം കാണിച്ചേ പറ്റൂ, ഇന്നത്തെ എന്റെ അവസ്ഥ ഞാൻ ശ്രദ്ധിച്ച് നന്ദിയോടെ സ്നേഹത്തോടെ പ്രപഞ്ച നിയമത്തെ വയലേറ്റ് ചെയ്യാതെ ശത്രുക്കളോടും, അല്ലെങ്കിൽ തനിക്ക് ശത്രുക്കളെ ഉണ്ടാക്കി, ചില ആളുകൾ ശത്രുക്കളെ ഉണ്ടാക്കുന്ന പണിയാണ്. എന്നെ കഴിഞ്ഞ 2015 2019 കൊറോണ ഒന്നും സഹായിക്കാത്തവരോട് ഇപ്പോൾ പക, അതല്ലെങ്കിൽ ചെറിയ പ്രായത്തിൽ ഇന്ന രൂപത്തിൽ ഒരു സഹായം ചോദിച്ചപ്പോൾ ഡിനേ ചെയ്തു, അയാളോട് പക. ഇതൊക്കെ വീട്ടാൻ വേണ്ടിയിട്ട് 10 രൂപയൊക്കെ ഉണ്ടായി. ഒരു ലെവൽ എത്തിയ സമയത്ത് ഓരോരുത്തരെ പാഠം പഠിപ്പിക്കാൻ തുടങ്ങിയാൽ പ്രപഞ്ച നിയമത്തെ വയലേറ്റ് ചെയ്തു, അയാൾ താഴോട്ട് വീണു. നമുക്കറിയാലോ, ഒത്തിരി ആൾക്കാർ അറിയാലോ, ഒന്നും രണ്ടൊന്നുമല്ല. നമുക്ക് ഈ തകർച്ച എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രോസസ്സാണ്. ഈ തകർച്ചയ്ക്ക് പിന്നിൽ ഒരു മനോഹരമായ ഒരു അവസ്ഥയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സ്റ്റോറിയാണ് തോമസ് ആൽവ എഡിസൺ. അദ്ദേഹത്തിന്റെ 1917 എന്റെ ഓർമ്മ, അദ്ദേഹത്തിന് കംപ്ലീറ്റ് സമ്പത്തും കത്തിയെരിഞ്ഞപ്പോ ഈ നിയമം അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം ഈ നിയമമാണ് പ്രയോഗിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഇത് ഭൗതികമായിട്ടുള്ള ഈ സാധനങ്ങളെ കത്തിയമന്നിട്ടുള്ളൂ. എൻ്റെ ഉള്ളിലെ ബുദ്ധി, എൻ്റെ ആശയം, എൻ്റെ ഐഡിയാസ് അതെല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. ഈ ബുദ്ധിയും ഈ ഐഡിയ ഉണ്ടെങ്കിൽ ഈ കത്തിയമർദ്ദന് എത്രയോ ഇരട്ടി ഞാൻ ഉണ്ടാക്കും. കാരണം കത്തിയമർദ്ദം നശിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊന്ന് തുടങ്ങുവാനുള്ളതാണ്. ഒരിക്കലും കത്തിയെറിഞ്ഞ് നശിച്ച് പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുക എന്നൊരു പരിപാടി ഇല്ല. മറ്റൊന്നിനെ തുടങ്ങാൻ വേണ്ടിയായിരിക്കണം ഇത് നശിച്ചത്. Can you agree with me, my dear friends? Can you agree with me, my dear friends? Please type yes or no. Please type yes or no. Can you agree with me? This is what the truths. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒരാൾ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അയാൾ പേടിക്കണം, എപ്പോഴും വീഴും, അങ്ങനെയല്ല. അദ്ദേഹം തിരിച്ചറിയണം, ഞാൻ നന്ദി കാണിക്കണം, ഞാൻ വിനയം കാണിക്കണം, ഞാൻ ജനങ്ങളോട് സൗഹാർദ്ദത്തിൽ പെരുമാറണം, എൻ്റെ കസ്റ്റമറോട് ഞാൻ വിനയത്തിലും എളിമയിലും പെരുമാറണം, അവർക്ക് സർവീസ് കൊടുക്കണം. അതല്ലാതെ ഞാൻ തന്നെ ഉള്ളൂ, എന്നെ ആശ്രയിക്കാതെ വേറൊരാൾക്ക് തരമില്ല എന്ന രൂപത്തിലൊക്കെ ചിന്തിച്ചാൽ നിങ്ങൾ പ്രപഞ്ച നിയമം വയലേറ്റ് ചെയ്തു. എത്ര ആളുകളുണ്ട്, ഒരു കാലത്ത് രാജാക്കന്മാരായി നടന്ന ഒത്തിരി ആളുകൾ ഈ നിയമം വയലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കോടീശ്വരന്മാർ ഇപ്പോൾ പിച്ചച്ചട്ടി എടുക്കുന്ന ഒത്തിരി അനുഭവങ്ങൾ നമുക്കുണ്ട്. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, നമുക്കറിയാം ഒത്തിരി ആളുകൾ. ഇപ്പോ ഒരു ആപ്പിനെ കുറിച്ച് നമ്മൾ കേട്ട് കാണും, ബൈജൂസ് ആപ്പ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊരു കാലത്ത് കത്തിജ്വലിക്കുകയായിരുന്നു, എല്ലാ നിലക്കും കോടികൾ സമ്പാദിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മലയാളിയായ ഒരു പയ്യനായിരുന്നു. പക്ഷെ നിയമം ലംഘിച്ചു. ഉയർച്ചയിൽ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടാവേണ്ടതായിരുന്നു, ഈ ഉയർച്ചയുടെ തൊട്ടപ്പുറത്ത് ഇത്രയും വലിയ ഒരു കുഴി കൂടി ഉണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. നന്ദി വേണം. അമിതമായിട്ട് ആസ്വദിക്കുവാനോ അമിതമായിട്ട് എൻജോയ്മെന്റിലോട്ടോ പോവരുത്. ഇത് നന്ദിയോടുകൂടി ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന് അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹം വിട്ടുപോയതായിരിക്കാം, അല്ലെങ്കിൽ ഈ നിയമം അറിഞ്ഞോ അറിയാതെയോ വയലേറ്റ് ചെയ്തായിരിക്കാം. ഞാനൊരു ബൈജൂസിന് ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ മനസ്സിൽ ഒത്തിരി ഉണ്ട്. ഞാൻ വെറുതെ ഈ ഇഷ്യൂസുകൾ എടുത്തിട്ടുണ്ടെന്നുള്ള അതുകൊണ്ടാണ്. കാരണം ഞാൻ 2 രൂപത്തിലുള്ള പ്രഭാഷകന്മാരെയും സാമൂഹ്യ പരിഷ്കർത്താക്കളെയും നമുക്കറിയാം. ഒന്നാമത്തെ വിഭാഗം എന്താ ചോദിക്കുകയാണെങ്കിൽ, പോസിറ്റിവിറ്റി മാത്രം പറഞ്ഞ് സ്നേഹവും ശാന്തിയും സമാധാനവും സുഖവും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ ഉള്ളിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുന്ന ഒരു വിഭാഗം ആളുകൾ. അവരുടെ ആഗ്രഹം എന്താ ചോദിക്കുകയാണെങ്കിൽ, സമൂഹത്തിൽ നന്മ ഉണ്ടാവട്ടെ, എല്ലാവരും രക്ഷപ്പെടട്ടെ, എല്ലാവരും ഉയരട്ടെ.
വേറൊരു വിഭാഗം ആൾക്കാരുണ്ടാവും, അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് എന്താണ്? സമൂഹത്തിലെ തിന്മകൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, കണ്ടുകൂടായ്മ, തൊട്ടുകൂടായ്മ. ഈ ആൾക്കാരുടെയും ലക്ഷ്യം എന്താണ്? സന്തോഷത്തെക്കുറിച്ചും പോസിറ്റിവിറ്റിയെ കുറിച്ചും പറയുന്ന, പ്രതീക്ഷയെക്കുറിച്ചും പറയുന്ന, നിങ്ങൾക്ക് മനോഹരമായ ജീവിതമുണ്ട്, ഒരു ഭയം വേണ്ട, വളരെ പോസിറ്റീവായി നിന്നോളൂ, നിങ്ങൾ ആരാണ് മോൻ എന്നൊക്കെ പറഞ്ഞ് പോസിറ്റീവായ മോട്ടിവേഷൻ കൊടുക്കുന്ന ആൾ, അയാളുടെ ഉദ്ദേശം സാമൂഹ്യ പരിഷ്കർത്താവാണ്, അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണമാണ്. അതേപോലെ തന്നെ രണ്ടാമത് പറഞ്ഞ ആളുടെയും ഉദ്ദേശം എന്താണ്? ആളുകൾ ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിന്ന്, ഈ ഇടുങ്ങിയ ചിന്താഗതിയിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ആളുകൾ ഒന്ന് നന്നായി വരണം. ഇതാണ് രണ്ടാമത്തെ ആളുടെയും ഉദ്ദേശം. ഇതിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഞാൻ ആദ്യം പറഞ്ഞ ആളായിരിക്കും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാവുക, ഒരു സംശയമില്ല. നമ്മളെ മക്കളെയൊക്കെ ചീത്ത പറയുന്ന സമയത്ത് നമ്മൾ എന്തിനാ ചീത്ത പറയുന്നത്? നമ്മൾ ചീത്ത പറയുന്നത് അല്ലെങ്കിൽ വഴക്ക് പറയുന്നത് നമ്മുടെ മക്കൾ നന്നാവാൻ വേണ്ടിയാണ്. ഏതെങ്കിലും ആളുകൾ മക്കൾ കേടാവാൻ വേണ്ടി വഴക്ക് പറയോ? ചില ആൾക്കാരൊക്കെ പറയുന്ന വാക്കുകൾ വളരെ സ്ട്രോങ് ആയിരിക്കും, നന്നാവാൻ വേണ്ടിയിട്ടാണ്. വഴക്ക് പറഞ്ഞ് മോശമായ വേർഡ്സ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, എന്നാൽ ആരോഗ്യകരമായി പെരുമാറി പോസിറ്റിവിറ്റിയിലൂടെ മക്കളെ വളർത്തുന്ന ആൾക്കാരുണ്ട്. ഇത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഈ പോസിറ്റിവിറ്റിയെ കുറിച്ച് പറയുന്നില്ല, അല്ലെങ്കിൽ തകർച്ചയിൽപ്പെട്ട ആൾക്കാരെ കുറിച്ച് പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുക, അതായത് സ്ഥായിയായി അത് നിൽക്കണമെങ്കിൽ, വളർച്ച സ്ഥായിയായി നിൽക്കണമെങ്കിൽ അതിന് മൈൻറ്റനൻസ് ആവശ്യമാണ്, ഇല്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കുഴിയുണ്ട്. അതേപോലെ തന്നെ പ്രശ്നം, പ്രതിസന്ധി, ഇതും പെർമനന്റ് അല്ല. ഡിഫിക്കൽറ്റീസിന് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾക്ക്, പ്രതിസന്ധികൾക്ക്, പ്രയാസങ്ങൾക്ക് ഒരിക്കലും നിലനിൽപ്പില്ല. അത് എന്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്? അത് അതിന്റെ പരിഹാരത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു സൈഡിൽ, മറ്റൊരു ഭാഗത്തിൽ അതിനെ ചാരിയാ നിൽക്കുന്നത്. ഏതുപോലെ? നമ്മുടെ നാണയത്തിന്റെ ഒരു വശം നിൽക്കുന്നത് മറ്റേ വശത്തിന്റെ മുകളിലാണ്. മറ്റേ വശത്തിന്റെ മുകളിലാണ് നാണയത്തിന്റെ ഒരു വശം നിൽക്കുന്നത് എന്നതുപോലെ തന്നെ പ്രതിസന്ധി, പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് അത് മറ്റൊരു ഭാഗം അതിന്റെ പിന്നിൽ ഇല്ലാതെ ഒരിക്കലും പ്രതിസന്ധിക്ക് ഒറ്റക്ക് നിലനിൽപ്പില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. Can you agree with me, my dear friends? Can you understand what is yes or no? Please type yes or no. Please type. Can you understand? Can you agree with me? അപ്പൊ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഈ നിയമം പഠിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്രയോ ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്താ ചോദിക്കുകയാണെങ്കിൽ, സാറേ ഞാൻ പോസിറ്റീവായിട്ട് വല്ല കാര്യമുണ്ടോ? എന്റെ കൂടെ ഒരാളുണ്ട്, എപ്പോഴും നെഗറ്റീവാണ്, നെഗറ്റീവിന്റെ അങ്ങേ അറ്റത്തെ ആളാണ്. അപ്പൊ നിങ്ങൾക്കൊരു നെഗറ്റീവായ വ്യക്തിയെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ, കൈകാര്യം ചെയ്യണമെങ്കിൽ തിരിച്ചറിയുക, ഈ നെഗറ്റീവായ വ്യക്തിക്ക് ആ നെഗറ്റിവിറ്റി മാത്രമല്ല ഉണ്ടാവുക, അങ്ങനെ ഒരു വ്യക്തിയില്ല. നെഗറ്റീവായ കാര്യം മാത്രമുള്ള ഒരു വ്യക്തി ഇല്ല. ഈ നിയമം അനുസരിച്ച് നമുക്ക്, അതുകൊണ്ടാണ് എല്ലാ ദർശനങ്ങളും പറയുന്നത്, ശത്രുക്കളെ സ്നേഹിക്കുവീൻ, പാപിയെ വെറുക്കരുത്, പാപത്തെ വെറുത്തോളൂ. ഏതെങ്കിലും ഒരു അനിഷ്ടകരമായ കാര്യം ഒരാൾ ചെയ്താൽ ആ കാര്യത്തെ നമുക്ക് എതിർക്കാം, അത് ശരിയല്ല എന്ന് പറയാം. പക്ഷെ അത് പറയുമ്പോഴും ആ ചെയ്ത ആ വ്യക്തിയോടുള്ള വെറുപ്പോട് കൂടി പറഞ്ഞാൽ അവിടെ ഫലമില്ല, അത് യൂണിവേഴ്സൽ ലോന്റെ വയലേഷൻ ആണ്. അതുപോലെ തന്നെ ഖുർആൻ ഒരു ആയത്ത് കണ്ടില്ലേ നിങ്ങൾ? ഇന്ന മഅൽ ഉസ്രി യുസ്ര, അതായത് എളുപ്പം പ്രയാസത്തിന്റെ കൂടെയാണ് എളുപ്പം, പ്രയാസത്തിന്റെ കൂടെയാണ് എളുപ്പം. ഈ നിയമമാണ് ആ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം. മനസ്സിലായില്ലേ? പാപിയെ വെറുക്കരുത്, പാപത്തെ വെറുത്തോളൂ എന്നൊക്കെ പറയാനുള്ള കാരണം. അപ്പൊ ഞാൻ പറയുന്നത്, ഒരു പാപിയും പെർമനന്റ് പാപിയല്ല. ഏതെങ്കിലും ഒരു കാലത്ത് ഒരു വ്യക്തി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു, ഒരു മോശമായ ഏതെങ്കിലും ഒരു പ്രവൃത്തി കാരണമായിട്ട് ആ വ്യക്തി പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെ അറിയപ്പെട്ടു. അത് എല്ലാ കാലത്തും അതിന്റെ പേരിൽ മുദ്ര കുത്തുന്നത് ശരിയല്ല. ഇറ്റ് ഈസ് റോങ്.
മനസ്സിലായില്ലേ? കാരണം ആ വ്യക്തിയിൽ അങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഇപ്പുറത്തൊരു പോസിറ്റിവിറ്റി ഉണ്ട്. നെഗറ്റിവിറ്റി മാത്രം നിലനിൽക്കില്ല. നെഗറ്റീവായ ഒരു ക്വാളിറ്റി ആ വ്യക്തിയിൽ ഉണ്ടെങ്കിൽ പോസിറ്റിവിറ്റി ഉണ്ടാവും. അപ്പോ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ചെയ്യുന്ന കാര്യമായ ജോലി എന്താ ചോദിക്കുകയാണെങ്കിൽ ഈ നെഗറ്റിവിറ്റി മാത്രം കാണുകയും അതിനെ മാത്രം എംഫസൈസ് ചെയ്ത് എക്സാജുറേറ്റ് ചെയ്ത് പ്രശ്നം കൂടുതൽ വഷളാക്കുന്നു. അപ്പോ ഒരു നെഗറ്റീവായ വ്യക്തി നിങ്ങളെ കൂടെയുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ്. ഒരുപക്ഷെ നമ്മുടെ ഒന്നും ചിന്തയിൽ ഇങ്ങനെയുള്ള സെഷൻസുകളിലോ മറ്റോ അല്ലാതെ സ്വന്തമായിട്ട് വരുവാൻ സാധ്യത വളരെ കുറവുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അത്തരത്തിലുള്ള പുസ്തകങ്ങളും അത്തരത്തിലുള്ള വ്യക്തികളും അത്തരത്തിലുള്ള ക്ലാസ്സുകളും അത്തരത്തിലുള്ള പ്രോഗ്രാംസുകളൊന്നും എല്ലാവർക്കും പങ്കെടുക്കുവാൻ സാധ്യമല്ല, എല്ലാവർക്കും എത്തിച്ചേരുവാൻ സാധ്യമല്ല, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക്. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളൊക്കെ വളരെ ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ കൂടെ നെഗറ്റീവായ ഒരു വ്യക്തിയാണ് പാർക്കുന്നതെങ്കിൽ അയാൾക്കൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും. ആ പോസിറ്റിവിറ്റിയെ കാണാൻ വേണ്ടി നിരന്തരമായി നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടുപിടിക്കുവാൻ സാധിക്കും. നമ്മൾ പഠിച്ചു, ശരി, ഇങ്ങേർക്ക് എന്താ പോസിറ്റിവിറ്റി, അത് തിരയാൻ വേണ്ടി നോക്കൂ. മുമ്പൊരു മദർ ഇൻ ലോയെ കൊല്ലാൻ വേണ്ടി വൈദ്യനെ കാണാൻ പോയ ഒരു ലേഡിയുടെ ഒരു സ്റ്റോറി ഉണ്ട്. മദർ ഇൻ ലോയെ കൊല്ലാൻ വേണ്ടി ഒരു വൈദ്യനെ കാണാൻ വേണ്ടി പോയി. വൈദ്യരോട് പറഞ്ഞു, വൈദ്യരെ, എന്റെ മദർ ഇൻ ലോ, എന്റെ അമ്മായിയമ്മയെ കൊന്നേ പറ്റൂ, എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ അവരെ പൊറുക്കാൻ കഴിയില്ല, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്ത് വധിക്കണം എന്ന് പറഞ്ഞു. വൈദ്യര് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെഡിസിൻ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എല്ലാ ദിവസവും പാലിൽ ചേർത്തി കൊടുക്കുക, രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പാലിൽ ചേർത്തി കൊടുക്കുക. ഓക്കെ സർ, ചെയ്യാം. അങ്ങനെ ഈ ലേഡി എല്ലാ ദിവസവും പാലിൽ ഈ വൈദ്യർ തന്ന മെഡിസിൻ കലക്കി കൊടുത്തു. 3 മാസം കഴിയുമ്പോൾ മരിക്കുമെന്നാണ്. അപ്പൊ ഏകദേശം 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ മരുമകൾക്ക് ഒരു തോന്നൽ, ഏതായാലും മരിക്കാൻ വേണ്ടി പോവുകയാണല്ലോ, കുറച്ചൊന്ന് സ്നേഹം കൊടുക്കട്ടെ, അല്ലെങ്കിൽ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ, മരിക്കാൻ വേണ്ടി പോവാണല്ലോ. അങ്ങനെ മദർ ലോയുമായിട്ട് ഈ ലേഡി അടുക്കുകയും അവസാനം 1-1.5 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ ലേഡിയും മദർ ലോയും തമ്മിൽ വലിയ ബന്ധമാകുകയും, എന്റെ വയറ്റിൽ പറഞ്ഞില്ലല്ലോ മകളെ, എന്റെ മകളെക്കാളും എനിക്കിഷ്ടം നിന്നോടാണ് എന്ന രൂപത്തിൽ മദർ ലോ പെരുമാറാൻ തുടങ്ങിയപ്പോ ഈ ലേഡിക്ക് വല്ലാത്ത വിഷമം അനുഭവിക്കുകയും വൈദ്യരെടുത്ത് പോയി പറഞ്ഞു, സാറേ, ഞാൻ പറഞ്ഞതൊക്കെ ശരി, അതൊക്കെ ഞാൻ പിൻവലിച്ചു, എന്റെ മദർ ലോയെ വധിക്കേണ്ടതില്ല. അപ്പോ വൈദ്യർ ഒരു സ്ട്രോങ്ങിൽ പറഞ്ഞു, അത് പറ്റില്ല, നിങ്ങൾ എന്നോട് അങ്ങനെ റിക്വസ്റ്റ് ചെയ്തതുകൊണ്ട് ഞാൻ ആ മരുന്ന് തന്നുപോയി, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? അവസാനം ഈ മദർ ലോ, ഈ ലേഡി വളരെ പണിപ്പെട്ട് എന്താ പറയാ, നിങ്ങൾക്കെതിരെ ഞാൻ കേസ് കൊടുക്കും, ഞാൻ അങ്ങനെ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചു എന്നാണ് കഥ. അപ്പൊ വൈദ്യര് പറഞ്ഞു, ഞാനത് ജസ്റ്റ് ഒരു പ്രോട്ടീൻ മരുന്ന് മാത്രമാണ്, വിഷമൊന്നുമല്ല, എനിക്കറിയാമായിരുന്നു ഇങ്ങനെ സംഭവിക്കുക എന്ന് വൈദ്യര് പറഞ്ഞു എന്നുള്ളതാണ്. അതിനർത്ഥം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു വ്യക്തിക്ക് നെഗറ്റിവിറ്റി മാത്രമല്ല ഉള്ളത്, പോസിറ്റിവിറ്റിയുടെ മുകളിലാണ് ആ നെഗറ്റിവിറ്റി നിൽക്കുന്നത്. എത്രയോ ആൾക്കാർ നമ്മൾ കണ്ടില്ലേ, സിനിമകൾ കണ്ടില്ലേ, അനുഭവങ്ങൾ കണ്ടില്ലേ. അതേപോലെ തന്നെ സിറ്റുവേഷൻ, അതേപോലെ തന്നെ നെഗറ്റീവായ സിറ്റുവേഷൻ. ഞാൻ പറഞ്ഞു, ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഏരിയ അതിനപ്പുറത്തുണ്ട്. ഒരാളുടെ ജോലി നഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞു, അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ മഹാഭൂരിപക്ഷം ആൾക്കാരും നഷ്ടപ്പെട്ട ജോലിയെ കുറിച്ച് മാത്രം ചിന്തിക്കും. അത് നഷ്ടപ്പെടാൻ കാരണക്കാരായ ഓരോരുത്തരെയും കുറിച്ച് ചിന്തിച്ച് കൂടുതൽ വഷളാക്കും. അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ മറുപുറം കാണാൻ കഴിയില്ല. തൊട്ടപ്പുറത്ത് അതിന് മറുപടമുണ്ട്, പക്ഷെ മറുപുറം കാണുവാൻ പുള്ളിക്കാരന് സാധിക്കാതെ ഈ പ്രശ്നത്തിലും പ്രതിസന്ധിയിലും അദ്ദേഹം തന്റെ ജീവിതകാലം മുഴുവനും കഴിച്ചു കൂട്ടുന്നു. ഇതല്ലേ മാഡിയ ഫ്രണ്ട് സത്യം? ഇങ്ങനെയല്ലേ സാധാരണക്കാർ ചെയ്യുന്നത്? യെസ് ഓർ നോ, പ്ലീസ് സേ യെസ് ഓർ നോ.
ഇതല്ലേ സാധാരണക്കാരന്റെ പതിവ്? യെസ് ഓർ നോ? ഇവരെല്ലാം ഈ യെസ് ഇതല്ലേ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതല്ലേ സാധാരണക്കാരന്റെ പ്രശ്നം? ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ നിയമത്തിന്റെ വയലേഷൻ അല്ലേ, ഈ നിയമത്തിന്റെ ലംഘനമല്ലേ മൈ ഡിയർ ഫ്രണ്ട്സ്? ഈ നിയമത്തിന്റെ ലംഘനമായതുകൊണ്ടല്ലേ അവർ പ്രശ്നം അനുഭവിക്കുന്നത്? ഒന്ന് പറഞ്ഞ്. അവർ ഈ പ്രശ്നം അനുഭവിക്കുവാൻ കാരണം ഈ നിയമത്തിന്റെ ലംഘനമാണ്. നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി അവയർനെസ് കിട്ടും. അതിനാ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. മനസ്സിലായില്ലേ? പ്ലീസ് ടൈപ്പ്. എത്ര ഒരുപാട് ആൾക്കാർ പ്ലീസ് ടൈപ്പ്. ഈ നിയമത്തിന്റെ ലംഘനം കൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ലൈഫിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത്. ഇതാണ് സത്യം, ഇതാണ് പരമമായ സത്യം. അതുകൊണ്ട് ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറഞ്ഞ പ്രപഞ്ച നിയമം പറയുന്നത് മറ്റൊന്നില്ലാതെ ഒന്നിന് മാത്രം നിലനിൽക്കുവാൻ സാധ്യമല്ല. ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്, പ്രശ്നമുണ്ടെങ്കിൽ പരിഹാരമുണ്ട്. വളരെ സന്തോഷകരമായിട്ടുള്ള ന്യൂസ് അല്ലേ പ്രിയപ്പെട്ടവരെ ഇത്? യെസ് ഓർ നോ? പ്ലീസ് ടൈപ്പ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ എന്ന് അറിയണല്ലോ. വളരെ സന്തോഷകരമായ ഒരു ന്യൂസ് അല്ലേ? വളരെ ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്ന, എന്താ പറയാ, മനസ്സിന് വല്ലാത്ത കുളിർമ നൽകുന്ന, തണുപ്പ് നൽകുന്ന ഒരു ന്യൂസ് അല്ലേ ഇത്? എത്ര പേർക്ക് ഇതറിയാം? എത്ര പേർക്ക് അറിയാം? വളരെ കുറഞ്ഞ ആളുകൾക്ക് അറിയാം. അറിയില്ല, ആളുകൾക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ പറയും, ഇങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കണേ. അപ്പൊ അവര് ചിന്തിക്കുക എന്താ ചോദിക്കുകയാണെങ്കിൽ, ഇതിലൊക്കെ വേറെ പല ലക്ഷ്യങ്ങളുണ്ടാവും, അതിൽ പ്രത്യേകിച്ച് കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഇതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് കുറച്ച് കാര്യങ്ങൾ പറയാം, എങ്ങനെ നമുക്ക് ഈ നിയമത്തെ പാലിക്കാൻ പറ്റുമെന്നതിനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വെൻ യു ആർ ഇൻ ഹൈ പൊസിഷൻ, നിങ്ങൾ ഉന്നത പൊസിഷനിലാണെങ്കിൽ ഇതിന് മറ്റൊരു സൈഡും കൂടിയുണ്ട്. അതുകൊണ്ട് നന്ദിയും വിനയവും കാണിച്ചേ പറ്റൂ. അതല്ലെങ്കിൽ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഒരു അഗാധ ഗർത്തം കാത്തിരിക്കുന്നു. ഇതാണ് ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയുന്നത്. ഈ നിയമത്തെ ലംഘിച്ചാൽ ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നമുണ്ടായി അതിൽ കരഞ്ഞ് വിളിച്ച് കൂവി വിളിച്ച് കൂടുതൽ പ്രശ്നമുണ്ടാക്കിയാൽ ഈ നിയമത്തെ ലംഘിക്കുന്നു. അതുകൊണ്ട് പ്രപഞ്ചം ഇവന് കഠിനമായ ശിക്ഷ നൽകുന്നു. മനസ്സിലായോ? ഇതാണ് ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ, അതായത് എല്ലാത്തിനും രണ്ട് വശമുണ്ടെന്ന് തിരിച്ചറിയുക. നിങ്ങൾ ഇന്ന് നല്ലൊരു പൊസിഷനിലാണെങ്കിൽ ശ്രദ്ധിച്ച് ജീവിക്കണം. നിങ്ങൾ ഇന്ന് പതറ്റിക് കണ്ടീഷനിലാണെങ്കിൽ, അല്ലെ, ബൈബിളിൽ ഒരു കോട്ടുണ്ട്, ഇപ്പോൾ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ പിന്നീട് സന്തോഷിക്കപ്പെടും. ഇതൊക്കെ ഈ ഒരു നിയമം ഇത് ഈ രൂപത്തിൽ അല്ലെങ്കിലും പല രൂപത്തിൽ എല്ലാ ഗ്രന്ഥങ്ങളിലും. മനസ്സിലായില്ലേ? നമ്മുടെ ഭാഗവതം വായിച്ചു നോക്കൂ. എല്ലാ വിസ്ഡത്തിന്റെയും ചുരുളുകൾ മനോഹരമായി അടക്കി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ വായിച്ചു നോക്കുകയാണെങ്കിലും കാണാൻ പറ്റും. എല്ലാ ഗ്രന്ഥങ്ങളിലും ഈ സംഭവങ്ങൾ കാണാൻ പറ്റും. മനസ്സിലായോ? ഒരു വശം മാത്രമല്ലേ ഉള്ളത്. അതുകൊണ്ട് ബോധപൂർവം, അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയും, ബോധപൂർവം ജീവിക്കുവാൻ വേണ്ടി പരിശീലിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ കണ്ടില്ലേ, ഇപ്പൊ നേരത്തെ EFT ഒക്കെ പങ്കെടുത്തതിന് ശേഷം പ്രശ്നങ്ങൾ ഒരുപാട് കെട്ടഴിഞ്ഞു പോയി എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. EFT പങ്കെടുത്തതിന് ശേഷം ഹാപ്പി പാർക്കിന്റെ കോഴ്സിലൂടെ ഒക്കെ പോയതിനു ശേഷം ലൈഫിന്റെ എന്താ പറയാ വല്ലാത്തൊരു സമൃദ്ധിയിലോട്ട് പോയി എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്താ കാരണം? അവരാ പ്രശ്നത്തിലായിരുന്നു. ഇത്തരത്തിലുള്ള കോഴ്സുകളിലൂടെ കടന്നു പോയപ്പോൾ ആ പ്രശ്നത്തിന്റെ അപ്പുറത്തുള്ള സമൃദ്ധിയിലോട്ട് അവർ കാലുവെച്ചു. യെസ് ഓർ നോ? ഒരാൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം, കാരണം പുതിയ ആൾക്കാരുള്ളത് കൊണ്ട് അവർക്ക് കേൾക്കണമെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ. അതായത് നമ്മുടെ ഇത്തരത്തിലുള്ള വർക്ക്ഷോപ്പിലൂടെയും ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിലൂടെ ഒക്കെ കടന്നുപോയപ്പോ നേരത്തെ അനുഭവിച്ച പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തമായി സന്തോഷത്തിലോട്ട് പോയ ഒന്നോ രണ്ടോ ആൾക്ക് വേണമെങ്കിൽ മൈക്ക് പോയിന്റിലോട്ട് വരാം. പ്ലീസ് കം ടു മൈക്ക്.
അതെ, ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പിന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് സാർ. ഓക്കെ, അതായത് ഒത്തിരി ഇഷ്യൂസ് ഒരിക്കലും പരിഹരിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച കുറെ പ്രശ്നങ്ങളുടെ കൂമ്പാരത്തിന് മുകളിലായിരുന്നു സാർ ഉണ്ടായിരുന്നത്. അതിന്റെ ആ പ്രശ്നങ്ങളെല്ലാം കെട്ടഴിഞ്ഞ് അതിന്റെ അകത്തുള്ള ശാന്തിയിലോട് ഇപ്പോൾ സാറിന് ലാൻഡ് ചെയ്യാൻ സാധിച്ചോ ഇല്ലേ? യെസ് ഓർ നോ? കേൾക്കുന്നില്ല, പറയുന്നത് കേൾക്കുന്നില്ല. അതെ, സാധിച്ചിട്ടുണ്ട് സാർ. ഓക്കെ, ഇതാണ് സന്തോഷം. ഇതാണ് നമുക്ക് ഏറ്റവും വലിയ ആശ്വാസകരമായിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്. വേറെ ആരാ സംസാരിക്കുന്നത്? സംസാരിച്ചോളൂ. കാരണം ഇതൊരു സന്തോഷ വാർത്തയാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടേയിരിക്കണം. നമ്മൾ എപ്പോഴും ഈ ചില ആൾക്കാരുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നാട്ടിൽ എന്തൊക്കെ പ്രശ്നമുണ്ടോ അത് തന്നെ പറഞ്ഞു കൊടുക്കും ആൾക്കാർ. അവരുടെ ഉദ്ദേശം എന്താണ്? ഈ പ്രശ്നമൊക്കെ ഒന്ന് തീർന്നിട്ട് സമാധാനത്തിൽ നിൽക്കണമെന്നാണ്. അത് വേറെ രൂപത്തിൽ പറയാം. നല്ല കുറേ കാര്യങ്ങൾ ഉണ്ടല്ലോ. സന്തോഷ വാർത്ത നിറച്ചാലും ഈ പ്രശ്നങ്ങൾ ഇല്ലാതെയാവും. മനസ്സിലായില്ലേ? പറയൂ. കേൾക്കാമോ? കേൾക്കാം. ശാന്തകുമാരി ഫ്രം അടൂർ. ഞാൻ ജൂലൈ 28 EFT പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ഞാനും എന്റെ മകളും കൂടെ. അപ്പൊ EFT പങ്കെടുത്തതിന് ശേഷം എനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. പറയൂ, എന്താ അനുഭവം? അനുഭവം എന്ന് പറഞ്ഞാൽ എന്റെ പുതിയ വീടാണ്. ഒരു ഷോർട്ട് സർക്യൂട്ട് മൂലം കുറച്ച് കരിയും പുകയൊക്കെ പിടിച്ചിട്ട് മോശമായിരുന്നു. അപ്പം എനിക്ക് ഇൻഷുറൻസ് കവറേജിന്റെ കാര്യം പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നാലും എനിക്കൊന്ന് തോന്നിയത്, ഇൻഷുറൻസിൽ ഞാൻ ബാങ്കിൽ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് കുറച്ച് ലോൺ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു വലിയ പൈസയൊന്നും കിട്ടത്തില്ല, എന്തായാലും കൊടുത്തു നോക്കാൻ പറഞ്ഞിട്ട് അവർ അപ്ലൈ ചെയ്തു. അപ്പം പിന്നെ എറണാകുളത്തു നിന്നായിരുന്നു ഇവിടെ ആള് വന്നെല്ലാം ചെക്ക് ചെയ്തു. പുള്ളിയും പറഞ്ഞൊരു മാക്സിമം 50 രൂപ എഴുതിയെങ്കിലും ഒരു 35 രൂപയൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഇന്നലെ 55,500 രൂപ കിട്ടി. വെരി ഗുഡ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ചെലവായ തുക കിട്ടി. ഗുഡ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ടെങ്കിൽ ഒരുപാട് നന്ദിയുണ്ട് ഹാപ്പി പാർക്കിനോടും സാറിനോടും നമ്മുടെ ഇതിന്റെ ഫോളോവേഴ്സ് എല്ലാവരോടും. ഓക്കെ, മനസ്സിന് എങ്ങനെയുണ്ട് ഇപ്പോ ശാന്തകുമാരി മാഡം? മനസ്സിനും ശരീരത്തിനൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോ? മനസ്സിന് എപ്പോഴും ടെൻഷനാണ്. പിന്നെ പക്ഷെ ഇത്രയും നമുക്ക് കിട്ടിയത് കൊണ്ട് ഒരു മനസ്സിനൊരു ചെറിയൊരു ആശ്വാസം. ഓക്കെ. ശരി, വളരെ സന്തോഷം. ഇനി പറയൂ. ശരി, അപ്പോ ഈ ഒരു നിയമം പഠിച്ചു. അതായത് എന്തിനും മറ്റൊരു വശമുണ്ട്, മറുവശമുണ്ട്. ആ മറുവശത്തെ കാണാതെ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ആളുകളുടെ ദുരന്തം എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്, പ്രാക്ടീസ് മെഡിറ്റേഷൻ. എല്ലാ ദിവസവും സൗജന്യമായിട്ട് ആൾക്കാർക്ക് മെഡിറ്റേഷൻ കൊടുക്കുന്ന ഹാപ്പി പാർക്ക്. മനസ്സിലായില്ലേ? പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. സന്തോഷിക്കുമ്പോൾ അമിതമായി സന്തോഷിക്കാതെ, എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിലങ്ങ് എന്താ പറയാ, എന്റേത് തീർന്ന് എന്ന രൂപത്തിലൊന്നും നിൽക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. ദയവായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ലൈഫിൽ മാറ്റം ഉണ്ടാവും. ഓക്കെ, അപ്പോ ഞാൻ ഇന്നത്തെ നിയമം പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ലോ ഓഫ് പൊളാരിറ്റി എന്നാൽ എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു വശം നിലനിൽക്കുന്നത് മറ്റൊരു വശത്തിലാണ്. അപ്പൊ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾ നിൽക്കുന്നത് പരമമായ സൗഭാഗ്യത്തിന്റെ മുകളിലാണ്. പരമമായ സൗഭാഗ്യത്തിന്റെ മുകളിലാണ് ദുരന്തം അനുഭവിക്കുന്നവരുടെ താമസം. അതേപോലെ തന്നെ സുഖലോലുപതയിൽ കഴിയുന്നവരുടെ താമസമാവട്ടെ അതിഭയങ്കരമായ എന്താ പറയാ ഒരു ബിറ്ററായിട്ടുള്ള ഒരു പാർട്ടിന്റെ മുകളിലാണ്. അതുകൊണ്ട് സന്തോഷവും സമൃദ്ധിയുള്ള ആളുകളും ശ്രദ്ധിക്കണം. ഇത് നിലനിൽക്കണമെങ്കിൽ ഞാൻ ശ്രദ്ധിക്കണം. ഇത് ഒരു ഭാഗം മാത്രമാണ്, അപ്പുറം മറ്റതുണ്ട്. പ്രശ്നവും പ്രതിസന്ധിയുള്ള ആൾക്കാർ ചിന്തിക്കണം. എല്ലാം ചോദിക്കുകയാണെങ്കിൽ ഇത് ഒരു ഭാഗം മാത്രമാണ്, ഇതിന്റെ നേരെ താഴെ മറ്റൊരു ഭാഗം ഇല്ലാതെ ഇതിന് നിലനിൽപ്പില്ല. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇതാണ് ലോ ഓഫ് പൊളാരിറ്റി എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം, ഹാപ്പി പാർക്കിന്റെ ഒരു പുസ്തകമുണ്ട്, ആമസോണിൽ അവൈലബിൾ ആണ്. ആ പുസ്തകം 1-2 ആളുകൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു.
അതിന്റെ ലിങ്ക് വേണമെങ്കിൽ സാറ് ഒന്ന് അയച്ചു കൊടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് നമ്മുടെ ഒരു പുസ്തകം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഹാപ്പി പാർക്കിന്റെ വിജയത്തിന്റെ രസതന്ത്രം എന്ന പുസ്തകം പുതിയ ആളുകൾക്ക്. അതേപോലെ തന്നെ നമ്മൾ പുതിയ ഒരു സംരംഭം നിങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയേണ്ടത്, നമ്മുടെ ലൈഫിൽ എന്തു മാറ്റവും സാധ്യമാണ്. എന്ത് മാറ്റവും സാധ്യമാണ്. ആരും ടെൻഷൻ അടിച്ച് പ്രയാസത്തിൽ ആഴത്തിൽ ജീവിക്കേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പൊ ഞാനിവിടെ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടി പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്. ഒത്തിരി ആൾക്കാർ നിരന്തരം പറഞ്ഞവരെന്നെ പറയും, അല്ലാത്ത പുതിയ ആൾക്കാരും ഇവിടെ ക്യൂയിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ട് ഈ മാറ്റം ഉണ്ടായെന്ന് ചോദിക്കുകയാണ്. ഈ കാലഘട്ടം അങ്ങനെ ഒരു കാലഘട്ടമായി മാറിയിട്ടുണ്ട്. ഏത് മുമ്പ് ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു 10-50 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള നോളജുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല. നമ്മുടെ സുഖം എത്ര ഇപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. വിരൽ തുമ്പിലാണെല്ലാം, എല്ലാം നമ്മുടെ വിരൽ തുമ്പിലാണ്. നമുക്കൊരു കാറ്റ് കൊള്ളണമെങ്കിൽ, തണുപ്പ് കൊള്ളണമെങ്കിൽ AC ഓണാക്കിയാൽ നമുക്ക് തണുപ്പ് കിട്ടി. യാത്ര ചെയ്യണമെങ്കിൽ വാഹനം, എത്ര 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 പിന്നെ നേട്ടങ്ങളുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര നേട്ടങ്ങളുടെ കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ എല്ലാ കാര്യത്തെ കുറിച്ചും, ഇപ്പൊ ട്രഷർ കോഴ്സിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്കറിയാം. ട്രഷർ കോഴ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്കറിയാം. ഇപ്പൊ 1st, 2nd, 3rd ബാച്ച് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തു. എന്താ പറയാ, അതിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പങ്കെടുത്ത 1st-ഓ 2nd-ഓ ബാച്ചിൽ പങ്കെടുത്ത ഒരാൾക്ക് സംസാരിക്കാം. ഒരു സാധാരണക്കാരന് സങ്കല്പിക്കാൻ പോലും കഴിയുന്ന കാര്യങ്ങളാണോ അത്? ഒന്നോ രണ്ടോ ആൾക്ക് സംസാരിക്കാം. കാരണം ഇതൊന്ന് ആളുകളിലൂടെ എത്തട്ടെ, മീൻസ് അവരൊന്ന് സമാധാനത്തിലോട് പോകട്ടെ. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ട്രഷറിൽ പങ്കെടുക്കുന്ന ആദ്യത്തെയോ 2ാമത്തെയോ ബാച്ചിലുള്ള ആൾക്കാർക്ക് ഒന്ന് ചോദിക്കട്ടെ, ഈ രൂപത്തിലുള്ള നോളജ് വളരെ അമൂല്യമല്ലേ? അതേപോലെ തന്നെ മഹാഭൂരിപക്ഷത്തിനും ഈ സംഭവം അറിയുമോ ഇല്ലയോ? പ്ലീസ് റെസ്പോണ്ട്. 1-2 ആൾക്കാർ വന്നേ, ആദ്യത്തെയോ 2ാമത്തെ ബാച്ചിലുള്ള. പ്ലീസ് കം ടു മൈ പോയിന്റ്. സംസാരിക്കും. ആരാണ് സംസാരിക്കുന്നത്? നിർമ്മൽ. പറയൂ സാർ. സാർ ബാച്ച് 2 അല്ലേ? 2. പറയൂ. ഒന്നും പറയല്ല സാർ, 100% ശരിയാ സാർ പറഞ്ഞത്. അതായത് ഒരു മനുഷ്യന്റെ ആയുസിൽ അയാൾ സ്വയം റിസർച്ച് ചെയ്താൽ മനസ്സിലാക്കാനും കണ്ടെത്തുവാനും സാധിക്കുന്ന കാര്യങ്ങളാണോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? യെസ്? അല്ല, അല്ലല്ല, ഒരിക്കലും സാധിക്കൂല സാർ. അത് ലളിതമായി പഠിച്ച് പഠന വിഷയമാക്കിയിട്ട് നമുക്ക് നല്ല സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ നല്ല വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. സത്യം പറയാച്ചാൽ ഇതെല്ലാവരും ചെയ്യണം, അനുഭവിക്കണം. അനുഭവിച്ചാലേ അത് പറയാൻ പറ്റുള്ളൂ. ഞാനാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്റ്റക്കായിട്ടാണല്ലേ. പക്ഷെ നല്ല സന്തോഷമുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാല് അത്ഭുതം തന്നെയാണ്. ഇപ്പൊ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ തുടങ്ങിയോ? ഇല്ലേ? എല്ലാം നടക്കാൻ തുടങ്ങി സാർ. നമ്മളിപ്പോ ആ സാറ് പറഞ്ഞ റൂട്ടിലേക്ക് വന്നു. ഇപ്പം വേറെ ഒരു ചിന്തയുമില്ല, നല്ല രീതിയിൽ പോകുന്നു. പ്രപഞ്ചമായിട്ട് ബന്ധപ്പെട്ട് നല്ല വൃത്തിക്ക് പിന്നെ പ്രപഞ്ചത്തിന്റെ ഓരോ ദിവസം ഓരോ സ്റ്റെപ്പ് വെക്കുന്നതും ആ നിയമപ്രകാരമാണ്. അതുകൊണ്ട് നമുക്കെല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്, കൃത്യമായി അതിന്റെ മുന്നോട്ട് പോകുന്നുണ്ട്. താങ്ക് യു സാർ. ഓക്കെ, വളരെ സന്തോഷം. ഫസ്റ്റ് ബാച്ചിലുള്ള ആരെങ്കിലും ഉണ്ടോ? ഫസ്റ്റ് ബാച്ചിലുള്ള ഉണ്ടായിരുന്ന കോഴ്സ് കഴിഞ്ഞ ഏതെങ്കിലും ആൾക്കാരുണ്ടോ? ഗുഡ് ഈവനിങ് സാർ. പറയൂ ടീച്ചർ, പറയൂ. സാർ, എന്താണെന്ന് വെച്ചാൽ ഓരോന്ന് എണ്ണി പറയണം. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അങ്ങനത്തെ അനുഭവങ്ങളാണ് മാഷാ അല്ലാഹ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കുക തന്നെ വേണം. അപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം ഇപ്പൊ പറയാം. ഞാൻ അന്ന് ട്രഷറിൽ എഴുതി വെച്ച ഒരു ആഗ്രഹമാണ് ഒരു പബ്ലിക് സ്പീക്കർ എന്നുള്ളത്. ആ ആഗ്രഹം ഇപ്പൊ ഏകദേശം 99% എനിക്ക് കൈവരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാനിപ്പോ 2-3 പാരന്റ്സ് മീറ്റില്, നമ്മളല്ല പറയുന്നത്, മറ്റുള്ളവരാണ് നമ്മളെ കുറിച്ച് പറയുന്നത്. അതാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. മാഡം നന്നായിട്ട് സംസാരിച്ചു, നല്ലൊരു സ്കില്ല് കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഈ സ്കില്ലിനെ വളർത്തണം എന്നൊക്കെ പറഞ്ഞ് അവര് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തു സാർ. ആ ഒരു അനുഭവം ഇവിടെ ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോ മൈക്ക് ഓണാക്കിയത്. മനസ്സിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട് സുബൈദ മാഡം? പീസ്ഫുൾ മൈൻഡിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ശാന്തമായ അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പൊ എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒന്നിനോട് നമുക്കൊരു എടുത്തുചാട്ടോ അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റിയോ ഒന്നുമില്ലാതെ നമ്മൾ നമ്മുടേതായ കാര്യങ്ങളിലൂടെ ഇങ്ങനെ ഒരു
പീസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അതാണല്ലോ നമുക്ക് വേണ്ടത്. പീസ്ഫുൾ മൈൻഡ്. എല്ലാവരും അന്വേഷിക്കുന്നത് ഇതല്ലേ? ലോകത്തുള്ള സകല മനുഷ്യരും അന്വേഷിക്കുന്നത് ഇതല്ലേ? സ്വർണോ നമുക്ക് സമാധാനമാണ് ഏറ്റവും വലിയത്. അത് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ ഞാൻ പറയുന്നത് കാലഘട്ടം അവസരം കിട്ടുമ്പോ ഇത് പറയണം എന്നുള്ളതിൽ ഇങ്ങനെ ഇരുന്നതാണ്. ഓക്കെ ഓക്കെ. കാലഘട്ടം ആ രൂപത്തിലോട് മാറിയിരിക്കുന്നു. നമ്മൾ ഇതൊന്നും അറിയാതെ പഴയ രൂപത്തിലുള്ള ജീവിതശൈലിയുമായി പോവേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, ഇതൊരു എന്താ പറയാ, എല്ലാവർക്കുമുള്ള ഒരു സന്തോഷ വാർത്തയായി സ്വീകരിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഒക്ടോബർ 7-ാം തീയതി തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് ഇതേപോലെ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സ്, നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഇമോഷൻസിനെയും ഫ്രീ ആക്കുന്ന അതിശക്തമായിട്ടുള്ള ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം, ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു 2 മന്ത് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. അതിലൊക്കെ പരമാവധി ആളുകൾ പങ്കെടുക്കുക. ഇതാണ് എനിക്ക് പറയുവാനുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ മറുവശം കാണാം, സന്തോഷത്തോടെ ജീവിക്കാം. ഹാപ്പി പാർക്കിന്റെ ലക്ഷ്യവും അത് തന്നെയാണ്. സോ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ എന്റെ പുസ്തകം നമ്മൾ ഹാപ്പി പാർക്ക്. ഒരുപാട് നന്ദി. അസ്സലാമു അലൈക്കും. ഓക്കെ ഒരുപാട് നന്ദി. ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം. Thank you, sir. നമ്മുടെ പുസ്തകം ആർക്കെങ്കിലും താല്പര്യം ആൾക്ക് വാങ്ങാം, പർച്ചേസ് ചെയ്യാൻ ആമസോണിൽ ഉണ്ടാവും. അതേപോലെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ട് വാങ്ങിയിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. ശരി, മുഴുവൻ ആൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വേണ്ടി